ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഇന്നത്തെ റെസിപ്പി ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഇത് സമ്മർ സീസണിൽ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ഈസി ടേസ്റ്റി ഹെൽത്തി റെസിപ്പിയാണ്. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മിൽക്ക് ഒഴിക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർക്കുക. ഒട്ടും തരിയില്ലാതെ ഈ സ്പൂൺ കൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് മിൽക്കിനുള്ള കസ്റ്റാർഡാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ടീസ്പൂൺ എടുത്തത്. അതിൽ കൂടുതൽ മിൽക്ക് എടുക്കുന്നവർ കസ്റ്റാർഡ് പൗഡറും കൂടുതൽ എടുക്കേണ്ടതാണ്. ഒട്ടും കട്ടയില്ലാതെ ഈ രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിക്കുക. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ അതിലേക്ക് വെക്കുക. എന്നിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് പാൽ തിളപ്പിച്ചെടുക്കുക. പാല് തിളച്ച് വരുന്നുണ്ട്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ വിത്ത് മിൽക്ക് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് പെട്ടെന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാക്കിയെടുക്കുവാനായിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗറാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ ചേർക്കുന്നത്. വൈറ്റ് ഷുഗർ ഉള്ളവർ വൈറ്റ് ഷുഗർ ചേർത്താൽ മതി. ഷുഗർ എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരിങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വീറ്റ് മെലനാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെറുപഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. സ്വീറ്റ്സ് ഫ്രൂട്ട്സ് ആണ് ഇതിലേക്ക് സാധാരണയായി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കസ്റ്റാർഡ് മിൽക്കിലേക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തണുപ്പ് ഇഷ്ടമുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം കഴിക്കാവുന്നതാണ്. ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തതാണ്. തണുപ്പോടുകൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. സമ്മർ സീസണിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.